ഉത്രാളിക്കാവിൽ നടന്നുവരുന്ന ദേവി മഹാത്മ്യ യജ്ഞത്തിന് ഭക്തജന തിരക്കേറുന്നു. ഓരോ ദിവസവും നടക്കുന്ന പൂജകൾക്ക് വൻ ജനപങ്കാളിത്തമാണ് അനുഭവപ്പെടുന്നത്. ഞായറാഴ്ച ഇന്നലെ രാവിലെ 7:15 ശ്രീമദ് ദേവി ഭാഗവത പാരായണം, രാവിലെ 11:30 ലക്ഷ്മി നാരായണ പൂജ, വൈകിട്ട് 7 മണിക്ക് സർവൈശ്വര്യ പൂജ എന്നീ പൂജകൾ നടന്നു. ഈ അവഗണന ഇന്നും ഇന്നലെയും തുടങ്ങിയതാണ്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് പറയുക. മകനാദ്യത്തെ കുട്ടി പെണ്ണായി സന്തോഷം, ഒരു കുട്ടിയുണ്ടായി. ഒരു പെൺകുട്ടിയോടൊപ്പം തീർച്ചയായിട്ടും ഒരാൺകുട്ടി വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു അമ്മയും ലോകത്തിലുണ്ടാവില്ല, അച്ഛനുണ്ടാവില്ല. ഇപ്പങ്ങനെ കുട്ടികളെ വേണമെന്നാണ് ഇല്ല, അങ്ങനെയല്ലേ? എല്ലാവരും പ്രസവിക്കുന്ന കുട്ടികൾ വേണ്ട അമ്മ നോക്കൂ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ അമ്മയാകണം. വേണമല്ലേ? അപ്പോ അങ്ങനെ അമ്മയാകണം. ഇപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയൊന്നുമില്ല. ഇന്നത്തെ കുട്ടികൾക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗർഭധരിക്കാനോ പ്രസവിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു താല്പര്യവുമില്ല. എന്തുകൊണ്ടാണ് താല്പര്യമില്ലാത്തത്? കാലം മാറി പ്രസവമാണ്. അവർ മറ്റൊരു തരത്തിലാണ് ജീവിതം പോഷിക്കുന്നത്. ജീവിതം പോഷിക്കുന്നതിന്റെ മുഖ്യ കാരണങ്ങളിൽ ഒന്ന് ലിവിംഗ് ടുഗദർ എന്ന് പറയുന്ന ഒരു മോശമായ അവസ്ഥയിലേക്ക്, സാംസ്കാരിക മതപഠനത്തിലേക്ക് ഹൈന്ദവ സമൂഹം മാറിയിരിക്കുന്നു. ഇതിനൊരു മാറ്റം ഉണ്ടാകണം. അങ്ങനെ വേണം പറഞ്ഞു കൊടുക്കണമെന്നാണ് നമ്മുടെ കുട്ടികൾക്ക്. മക്കളെ മൂന്നാം ദിവസമായ തിങ്കളാഴ്ച രാവിലെ വിഷ്ണു സഹസ്രനാമാർച്ചന, വൈകിട്ട് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 11:30 ധൂമാവതി പൂജ, വൈകിട്ട് 7 ഭജന. ഉത്രാളിക്കാവിലെ നവാഹയജ്ഞം വളരെ ഭംഗിയായി ഗംഭീരമായി ഐശ്വര്യപൂർണ്ണമായി നടക്കുന്നു. ഇന്ന് മൂന്നാം ദിവസമാണ്. അപ്പോൾ കാലത്ത് ഒരു കൃഷ്ണാവതാരം നടന്നു. കണക്കിന് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ അമ്മമാരുടെ ഒരു ആഘോഷം തന്നെയായിരുന്നു. അതുപോലെ ഇനി ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം നമ്മുടെ ഉണ്ണിയൂട്ട് ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിലും ഏറെ കുറേ ബാലകന്മാർ പരീക്ഷാശേഷം തന്നെ അവരെ കുറിച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. എല്ലാം കൊണ്ടും വളരെ ഭംഗിയായി നടക്കുന്നു. എല്ലായിടത്തും ആൾക്കാർ വന്ന് ഇതിൽ പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബുധനാഴ്ച രാവിലെ 10:30 തിലഹവനം. 6ാം ദിവസമായ വ്യാഴാഴ്ച രാവിലെ 10:30 മഹാമൃത്യുഞ്ജയ ഹോമം, വൈകിട്ട് 7 നാരീപൂജ. വെള്ളിയാഴ്ച രാവിലെ 10 തുളസി പൂജ, രാവിലെ 11 രാഹുപൂജ, വൈകിട്ട് 6 വിദ്യാഗോപാല മന്ത്രാർച്ചന. 15ാം തീയതി ശനിയാഴ്ച രാവിലെ 11 ലക്ഷ്മി കല്യാണം, വൈകിട്ട് 6 കുമാരി പൂജ. 16ാം തീയതി ഞായറാഴ്ച യജ്ഞം സമാപിക്കും. പൂജകളിൽ പങ്കെടുക്കുന്ന ഭക്തർക്ക് രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യയും ദിവസേന നൽകി വരുന്നുണ്ട്. സമാപന ദിവസം മഹാപ്രസാദ ഊട്ട് ഉണ്ടായിരിക്കും. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള ദേവി ഭാഗവത നവാഹയജ്ഞം ഇത്തവണയും ഓഗസ്റ്റ് 7 മുതൽ 16 വരെയുള്ള തീയതികളിൽ പൂർവാധികം ഭംഗിയായി പ്രൗഢഗംഭീരമായി ആഘോഷിക്കുകയാണ്. നിലവിൽ ഈ യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യജ്ഞത്തിൻ്റെ ഭാഗമായി പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്കുള്ള അന്നദാനം, വൈകുന്നേരം സായാഹ്നങ്ങളിലുള്ള ലഘുഭക്ഷണം ഉൾപ്പെടെ നമ്മളിവിടെ നടത്തി വരുന്നുണ്ട്. ക്ഷേത്രോപദേശക സമിതിയുടെയും ദേവസ്വം ബോർഡിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ചടങ്ങ് പൂർണ്ണ വിജയത്തിലെത്തുന്നതിനായി എല്ലാ ഭക്തജനങ്ങളുടെ പങ്കാളിത്തവും ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ജോലിക്കായി പഠിക്കൂ മിനർവയിലൂടെ. SSLC+2 കഴിഞ്ഞവർക്കായി സ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ, അലൈഡ് ഹെൽത്ത് രംഗത്ത് അസിസ്റ്റന്റ്,
കൂടാതെ ജോലി സാധ്യത ഏറെയുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻസ്ട്രുമെന്റേഷൻ, ഹോട്ടൽ മാനേജ്മെന്റ്, ഫാഷൻ ഡിസൈനിംഗ്, പ്രീ പ്രൈമറി TTC. ഡിഗ്രി കഴിഞ്ഞവർക്കായി മികച്ച ജോലി സാധ്യതയുള്ള ഹ്രസ്വകാല കോഴ്സുകൾ, PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ്, കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സും. മിനർവ അക്കാഡമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്, തൃശൂർ, ഒരു ISO സർട്ടിഫൈഡ് സ്ഥാപനം. വിളിക്കൂ 9895841933. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.